വലിയ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷനിൽ അത് ആ പടത്തിൽ അയാളാണ് നായകൻ. ഞാൻ ആദ്യമായിട്ട് പോവുക, അതൊരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ്. അപ്പം അത് ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി, എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ചെയ്ത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്? നേഹ മൽഹാർ ഈ സിനിമയെ കൊച്ചു വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ വരാൻ തുടങ്ങിയത്. പണ്ട് ബ്ലസ്സിയുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവർ എന്താ പറയണ്ടേ, ഒരു സർജറി വരെ ചെയ്തായിരുന്നു. 1-2 സർജറിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി. അത് ആരോ പറ്റിക്കോ കണ്ട് ചെയ്തെന്നാണ് അവർ പറയുന്നത്. അതൊരു 1.5 വർഷം മുമ്പ് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സത്യത്തിൽ. ആ കാര്യമാണ് അവർ ഇന്നലെ വെളിപ്പെടുത്തലൊക്കെ നടത്തുകയൊക്കെ ചെയ്ത്. ഏത് നടനായിരുന്നു, ഏത് സംവിധായകനായിരുന്നു എന്നൊക്കെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു വിഷയം ഒരു നല്ലൊരു എന്താ പറയണ്ടേ, ഒരു കുറേ സമയം എടുക്കും നമ്മൾ സംസാരിച്ച് വരുവാണെങ്കിൽ. ഒരു 15 മിനിറ്റുള്ള ഒരു വീഡിയോ ആണത്. അത് ഞാൻ അടുത്തതിനകത്ത് സംസാരിക്കാം. ഇന്നലെ അവർ വന്നിട്ട് അവർക്ക് സെറ്റിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ന്യൂസിൽ വന്നിട്ട് എനിക്ക് തോന്നി ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ഇവർ ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് 2013 തൊടുപുഴയില ഒരു പടം, ആ പടം റിലീസായതാണ്. തൊടുപുഴയിൽ അങ്ങോട്ട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ്. അവരൊരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ പടത്തിൽ വർക്ക് ചെയ്തതൊക്കെ. ആ പടമൊക്കെ നമ്മൾ തപ്പിപ്പോയിട്ടുണ്ട്, പടവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നായകനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഷോക്കായിപ്പോയി, ഇന്ന ആൾ തന്നെയാണോ എന്നൊക്കെ. എന്നാലും നമുക്ക് ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. വലിയ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷനിൽ അത് ആ പടത്തിൽ അയാളാണ് നായകൻ. ഞാൻ ആദ്യമായിട്ട് പോവുക, അതൊരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്നെ ട്രെയിൻ കയറ്റി വിടുമായിരുന്നു. അവിടെ ചെന്ന് അഭിനയിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു ചെറിയൊരു ഹാള് പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ്, ആ സൈഡിൽ തന്നെയാണ് നമ്മൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടുമായിരുന്നു ആവേശം. അപ്പോൾ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല. അങ്ങോട്ട് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു. മീൻസ് പെട്ടെന്നങ്ങ് ഹഗ് ചെയ്യൂലേ നമ്മൾ, അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ. അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ. പിന്നെ ഇയാളുമായിട്ട് എനിക്ക് ഒരു മുൻ പരിചയമില്ല. ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ സംവിധായകൻ അന്ന് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നോട് വളരെ റെസ്പെക്റ്റോടെയാണ് ആ സംവിധായകൻ ഇടപെട്ടത്. എന്നിട്ട് പറയുകയും ചെയ്തു, ഇതാണ് ഇതിലെ നായകൻ, ഇതാണ് ഇതിലെ നായിക എന്ന് പറഞ്ഞ് രണ്ടുപേരെ പരിചയപ്പെടുത്തി. ഞാൻ ഹായ് പറഞ്ഞു, പോയി പേര് പറഞ്ഞു, എൻ്റെ പേരും അവിടെ സംസാരിച്ചിരുന്നു, ഇതാണ് സോണിയ എന്ന് പറഞ്ഞു. അപ്പം അന്ന് സോണിയ മനോ എന്നായിരുന്നു. മനോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്, മൽഹാറൽ. അപ്പോൾ സോണിയ മനോ എന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് പോയി. ഇത്രയേ ഉള്ളൂ ആ വ്യക്തിയെ കാണണം. അപ്പം നമ്മളിങ്ങനെ 2023 പടം റിലീസായത്. പക്ഷെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് 2011 തൊടുപുഴയിലും ഇടുക്കിയിലും അവിടെ ഇവിടെ ഒക്കെ വെച്ചായിരുന്നു ആ പടം. ഇത് നോക്കിയാൽ ആ പടത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേ, അവസാനം കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അത് പറയണോ വേണ്ടായോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ച് ഇവർക്ക് ഇത്രയും വർഷം ഇതെന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ലെന്ന് ആലോചിച്ചേ. ഇന്നലത്തെ ഒരു സിദ്ദിഖിക്കയുടെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചായിരുന്നു, അയാൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് ചെയ്യണം. പക്ഷെ വന്ന് പറഞ്ഞ ആള് പണ്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ സംസാരിച്ചാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് നെഗറ്റീവ് കംസൊക്കെ എനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. ഒരാളെ മാത്രമായിട്ട് ഇത് ചെയ്യരുതല്ലോ. ഓക്കെ, ഇവരുടെ ലൈഫിൽ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് കാരണം തന്നെ അവര് വീട്ടിലോട്ട് പോലും കയറാതെ ഒളിച്ച് താമസിച്ച് എന്താ പറയണ്ടേ, ഈ കാടിവെള്ളം വരെ കഴിച്ചിട്ടുണ്ടെന്ന് ഇവർ പല ഇന്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആ നടൻ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ സത്യത്തിൽ. ഞാനത് കണ്ടപ്പോൾ ഞാനങ്ങ് ഷോക്കായി പോയി സത്യം. ഈ തപ്പിപ്പിടിച്ചെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇന്ന നടനാണോ എന്നുള്ളൊരു രീതി. ഇപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കിയും കൂടെ വെച്ചുതരാം.
മൽഹാറല്ല. അപ്പോൾ സോണിയ മനോ എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പോയി. ഇത്രേ ഉള്ളൂ ആ വ്യക്തിയെ കാണണം. അപ്പോൾ നമ്മളിങ്ങനെ താരാരാധനയോടെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ അടുത്ത് കാണുമ്പോൾ നമ്മളിങ്ങനെ എന്നാലും ലൊക്കേഷനാണ് നമ്മളിങ്ങനെ സംയമനം പാലിച്ചാണല്ലോ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോഴും ഈ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഇങ്ങനെ വേറുള്ള സ്ഥലത്ത് നോക്കുന്ന പോലെ ആക്രാന്തപ്പെട്ട് നമ്മൾ നോക്കാറില്ലല്ലോ നമ്മൾ ഇഷ്ട നടനാണെങ്കിൽ. അപ്പോൾ ഞാൻ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്നാലും അതങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയതാണ്. ടോയ്ലറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ കയറി ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി, എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്? ഞാൻ പേടിച്ച് പോയി. പ്രത്യേകിച്ച് എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം ആൾക്കാരൊക്കെ വേണമെങ്കിൽ എൻ്റെ കമൻറ്റിൻ്റെ താഴെ ആ കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. കാരണം സൂപ്പർ സ്റ്റാറിന് അത്രയും ദാരിദ്ര്യമെന്ന് ചോദിക്കും, ലൈംഗിക ദാരിദ്ര്യമെന്ന് ചോദിക്കുന്ന ടീം വരും. പക്ഷേ 2013 നടന്ന ഈ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് കൈയടി നേടേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതിൻ്റെ പുറകിൽ അത് ക്ലിയർ ചെയ്തു. എങ്കിൽ പോലും ഇതിപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ആ മനുഷ്യൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാൻ ആ പേരോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ ആത്മഹത്യ, കുട്ടികളുടെ ലൈഫ്, ഇങ്ങനെ പല കാര്യങ്ങൾ എന്നെ ഹോണ്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചിട്ടാണ് ചാനലിലേക്ക് വന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞത് നിനക്ക് നല്ല കാര്യങ്ങൾക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി മോള് തുറന്ന് പറഞ്ഞോ, പക്ഷേ പുലിവാലിലൊന്നും വെറുതെ പോയിട്ട് വീണ്ടും പിടിക്കണ്ട എന്നുള്ളൊരിത് പറഞ്ഞു. അപ്പം മീൻസ് ഭാര്യയും 2 കുട്ടികളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പെൺകുഞ്ഞ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ന്യൂസ് റീഡർ ചോദിക്കുകയും ചെയ്തു, എന്തിനാണ് താങ്കൾ എന്നെ കയറി പിടിച്ചതെന്നുള്ള രീതി നിങ്ങൾക്ക് ചോദിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പം അവർക്കുടെ കണ്ണും മൂക്കും ഏതാണ്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇത് ചെയ്തേ, പിന്നെ ഞാൻ വലിയ സ്റ്റാറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. അപ്പം ഇത് പറഞ്ഞു വരുമ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ തപ്പി പിടിച്ച് വരുമ്പോൾ ഇന്ന ആളാണ്. പോരാത്തതിന് ഇതിൻ്റെ താഴെ കമൻസ് മാത്രമല്ല ആ വർഷം ഏത് പടമാണ് അതുവരെ പോയി കണ്ട്, അതും യൂട്യൂബിൽ പോലും വൈറലാവാതെ കിടന്ന ആ പടം ഇപ്പം അത്യാവശ്യം വ്യൂ കയറി തുടങ്ങിയിട്ടുണ്ട്. അതും മലയാളത്തിൽ ഇങ്ങനെ കൊച്ചു കട്ട് വീഡിയോസ് ആയതുകൊണ്ട് അവർ തമിഴിലാകുമ്പോൾ ഫുള്ളും കൊടുക്കുമല്ലോ. അതിൻ്റെ താഴെ കറക്റ്റ് ഇവരുടെ ഫോട്ടോ സഹിതം തപ്പിയെടുത്ത ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാനതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. സത്യത്തിൽ നമുക്കത് പറയാൻ തന്നെ ഷോക്കായിട്ടിരിക്കുകയാണ്. സത്യത്തിൽ അത് നിങ്ങളുടെ ഈ ഡ്രസ്സും അട്രാക്ഷനും നിങ്ങളുടെ കണ്ണും ചിരിയും ഞാൻ നിങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, നോക്കാം, സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഞാൻ അത്രയും വലിയ സ്റ്റാറാണ്, അങ്ങനെ കുറേ പ്രോമിസസ്. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ നിന്ന് തന്നെ സംസാരിക്കുക, ഈ പിടി വിടുന്നതിനകത്ത് തന്നെ ഇത്ര, അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇത് പ്രത്യേകത കാണിച്ചതെന്ന് അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഒരു നിമിഷത്തിൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെ ഇതായി പോയിന്ന്. അപ്പം ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോട് മാപ്പ് പറയുകയും പിന്നീട് അവിടെ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഒരു വാക്കുകൊണ്ട് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. വേറെ ലൊക്കേഷനിൽ വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായിട്ടാണ് പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്കും ഈ മുഖം ഉണ്ടായി പോയി. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളെപ്പോലെ ഒരാൾ എന്തായാലും ഇപ്പോഴെങ്കിലും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നല്ല കാര്യം. എനിക്ക് തോന്നുന്നു ആ ബംഗാളി ആക്ടർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും കയറി ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും ഒക്കെ ധൈര്യം കാണിച്ചു. പക്ഷെ ഇവർക്കൊക്കെ പേര് പറയാനുള്ള ധൈര്യവും കാണിക്കണം. ചുമ്മാ വന്നിട്ട് ഈ സെറ്റില അല്ലെങ്കിൽ ആ സെറ്റില തൊടുപുഴ അവിടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് 2013 ജൂലൈയിൽ ആ സമയത്ത് ഇറങ്ങിയൊരു പടമാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു നടനും കൂടാണ്. എന്താ പറയണ്ടേ, ആണെങ്കിൽ ഒരു ക്ലൂ തരാൻ, ഞാൻ ക്ലാസ്മേറ്റ്സിനകത്ത് രാഷ്ട്രീയക്കാരനായിട്ടാണ് അദ്ദേഹം നിന്നത്. അതിനകത്തൊരു വില്ലൻ കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും. പിന്നെ അമരബന്ധോണിക്കകത്ത് കാലി വയ്യാത്ത ഒരാളാണ് ആ 3 കൂട്ടത്തില ഈ പറഞ്ഞു വന്ന വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായി കാണുമല്ലോ ഇപ്പം തന്നെ. ഞാൻ തന്നെ അങ്ങ് ഷോക്കായിട്ടിരിക്കുകയാണ് സത്യത്തിൽ. പടത്തിന്റെ പേര് 2 പടത്തിന്റെ പേര്. അപ്പൊ അതിൽ ഇവരൊരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് ഇവരുണ്ട്. ഞാൻ അതിന്റെ ഒരു ഇതും സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ സത്യത്തിൽ ഷോക്കായിപ്പോയി. അപ്പൊ ഇത് ആ പടം തപ്പിപ്പിടിച്ച് എത്രയോ ആൾക്കാർ രാത്രി ഇരുന്ന്, അതും തമിഴിനകത്ത് കണ്ട് 1000-900 അങ്ങാണ്ട് വ്യൂ ഉള്ള സാധനം അങ്ങാണ്ട് ഇപ്പം അത്യാവശ്യം നല്ല വ്യൂ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിക്മാൻ പടം ഷൂട്ട് തുടങ്ങിയ 2011 നവംബർ സമയത്തായിരുന്നു പടം ഷൂട്ടൊക്കെ തുടങ്ങിയത്.
പ്രായം ചെന്ന ഒരു ഡയറക്ടറും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പോലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന്റെ സത്യാവസ്ഥയോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ, ഇവർ അഭിനയിച്ച പടങ്ങളും ലിസ്റ്റും എടുത്ത് നോക്കുമ്പോൾ ആ പടം തന്നെ 100% ഉറപ്പാകും. എന്തായാലും ഞാൻ ആ സൈഡിൽ വെച്ച് തരാം. നമ്മുടെ ഈ നടൻ ഇങ്ങനെയൊക്കെ ആവുമോ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ. ഇനിയിപ്പം പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സിനിമയെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന തന്നെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മുടെ ഇക്കയുടെ പടത്തിൽ നായികയായിട്ട് വിളിച്ചായിരുന്നു ഒന്നും. അതൊരു ഗ്രൂപ്പ് അങ്ങോട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ബ്ലസ്സി ഉണ്ടായിരുന്ന എനിക്കുള്ള എന്താ പറയണ്ട ഒരു ഇപ്പോൾ പൈസയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നീടാണ് ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്ത് ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി അവർ സർജറി വരെ ചെയ്തു, വണ്ണം കുറച്ചു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ഈ അത്രയ്ക്ക് വണ്ടിയായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും കറക്റ്റ് മനസ്സിലാകും. കാരണം കുറച്ച് വർഷം മുമ്പുള്ള കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളുണ്ട്. ആ ഇൻ്റർവ്യൂവിലും ഇന്നലെ പറഞ്ഞതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ചെയ്യാമെന്ന് കരുതിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നടൻ ഏതാണെന്നും. ഇന്നലെ എൻ്റെ ജയ ലവ് യു ഓൾ.